Let's discuss question number 12. See, a vessel 1000 Kelvin at 1000 Kelvin contains carbon dioxide with a pressure of 0.5 atm. Some of carbon dioxide is converted into carbon monoxide on addition of graphite. If total pressure at equilibrium is 0.8 atm, then Kp. ഉറപ്പായും നമുക്കറിയാം കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഉള്ള ഒരു KC കാൽക്കുലേഷൻ ആണ്, അല്ലെ, KCയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് റൈറ്റ് ദിസ് പ്രോപ്പർലി. അപ്പൊ നമ്മൾ എഴുതുന്നു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അല്ലെ, അയാള് ഗ്രാഫൈറ്റുമായി റിയാക്ട് ചെയ്യുന്നു. സോ കാർബൺ ഡയോക്സൈഡ് റിയാക്ടിങ് വിത്ത് carbon solid reversibly gives you what you get 2 molecules of carbon monoxide. അത് എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ ഇനിഷ്യലി നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 0.5 atm ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു ഇനിഷ്യലി ഇയാൾ 0.5, എന്നാൽ കാർബൺ മോണോക്സൈഡ് ഇല്ല. റിയാക്ഷൻ നടന്നു, കുറച്ച് റിയാക്ട് ചെയ്തു. എക്സ് റിയാക്ട് ചെയ്താൽ കാർബൺ മോണോക്സൈഡ് 2x ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ബാലൻസ് ദെയർ? ബാലൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 0.5 minus x. ബാലൻസ് കാർബൺ മോണോക്സൈഡ് ഈസ് 2x അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ, സോ ഐ ക്യാൻ റൈറ്റ് ദെയർ P total is equal to 0.5 minus 6 plus 2x. This will be equals 0.5 plus x അല്ലേ. അതല്ലേ നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രഷർ. what is that pressure? 0.8. so it's equals 0.8. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ will be equals 0.3. അപ്പൊ നമ്മള് ഈ 0.3 എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ ഇതിന്റെ വാല്യൂ കിട്ടുന്നു ഇറ്റ്സ് 0.2. ആൻഡ് ഈ 0.3 ഇവിടെ എടുത്തിട്ടാൽ അല്ലെ 2 into 0.3 what's that? 0.6. അങ്ങനെയാണെങ്കിൽ what is Kp? Kp is equal to pressure of അല്ലെ കാർബൺ മോണോക്സൈഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ pressure of what comes carbon dioxide. Carbon monoxide in the value 0.6. So we have 0.6 into 0.6 divided by what comes there? 0.2. So finally what we get? 0.6 into 3. What is 0.6 into 3? It's equals 1.8. So our answer for this particular question is 1.8 atm. So option 2 is the correct answer for this.